ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് പൗരത്വ സംരക്ഷണ റാലി നടക്കും. വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കാന്തപുരം വിഭാഗം, KNM തുടങ്ങിയ സാമുദായിക സംഘടനാ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും റാലിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മേഘ മാധവനുണ്ട് കോഴിക്കോട് നിന്നും. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. മേഘ, ഇപ്പോൾ ആ പരിപാടി നടക്കുന്ന വേദിയിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് പരിപാടിയുടെ ക്രമീകരണങ്ങൾ? കീർത്തി, മതം പൗരത്വത്തിന് അടിസ്ഥാനമാകരുത് എന്ന മുദ്രാവാക്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 5 ഇടങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് ആദ്യ പരിപാടിയാണ് കോഴിക്കോട് ചേരുന്നത്. വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുക. അതിന് ശേഷം 23-ന് കാഞ്ഞങ്ങാട് നടക്കും, 24-ന് കണ്ണൂർ, 25 മലപ്പുറം, 27-ന് കൊല്ലം എന്നിവിടങ്ങളിലാണ് ഈ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റാലി നടക്കുന്നത്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വൈകിട്ട് 7 മണിക്കാണ് പരിപാടി. അതിനു മുൻപേ തന്നെ ആളുകൾക്ക് ഇരിക്കേണ്ട കസേരയൊക്കെ തന്നെയും തയ്യാറാക്കിയിട്ടുണ്ട്, വേദി ഒരുക്കിയിട്ടുണ്ട്. ഈ വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് ജില്ലയിലെ പല ഇടങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടേക്ക് എത്തും. അത് ചെറിയ റാലികളായി ഇവിടെ കോഴിക്കോട് കടപ്പുറത്താണ് സംഗമിക്കുക. കോഴിക്കോട് കടപ്പുറത്ത് ഐക്യദാർഢ്യ പരിപാടി നടക്കും. മുഖ്യമന്ത്രി കൃത്യം പരിപാടി 7 മണിക്ക് തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും നിലവിൽ സംഘാടകർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ മതത്തിന്റെ പേരിൽ കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും നടക്കുകയില്ല എന്നത് നേരത്തെ തന്നെ കേരളം ഒന്നിച്ച് വ്യക്തമാക്കിയതാണ്. അതിനു പിന്നാലെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ശക്തി പകരുക എന്ന ലക്ഷ്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിപാടി നടക്കുന്നത്. കോഴിക്കോട്ടെ ഈ വലിയ വേദി ജനസഞ്ചയമാകും എന്നത് തീർച്ചയാണ്. പരിപാടിയിൽ എളമരം കരീം MP ആണ് അധ്യക്ഷത വഹിക്കുന്നത്. അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത, കാന്തപുരം, KNM തുടങ്ങി വിവിധ മത സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. ഈ സാംസ്കാരിക രംഗത്ത് നിന്നും നിരവധി ആളുകളെ, KP രാമനുണ്ണി, ഖദീജ മുംതാസ് ഉൾപ്പെടെ നിരവധി ആളുകളെ ഈ പരിപാടിയിൽ നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും നിലവിൽ കോഴിക്കോട് കടപ്പുറത്ത് പൂർത്തിയായി. ഏതായാലും ഈ കേരളത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കേരളത്തിന്റെ ശബ്ദം തന്നെ ഈ പരിപാടിയിൽ ഉയരും. കോഴിക്കോട് ബീച്ചിൽ വലിയ തരത്തിൽ ആളുകൾ ഒത്തുചേരും എന്നത് തീർച്ചയാണ്. നിലവിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കീർത്തി. കേരളത്തിന്റെ ശബ്ദം കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇന്ന് മുഴങ്ങും എന്നത് തീർച്ചയാണ്. ശരി, മേഘയാണ് വിവരങ്ങൾ നൽകിയത്.